ഒരു രാഷ്ട്രീയക്കാരന് ഏറ്റവും അധികം വേണ്ടത് ഒരു മനുഷ്യന്റെ ഭാവമാണോ? പല രാഷ്ട്രീയക്കാർക്കും കപട മുഖമാണ് ഉള്ളത്. കൊല്ലാനും കൊല്ലിക്കാനും കൂട്ടുനിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അക്കൂട്ടത്തിൽ വളരെ വ്യത്യസ്തനാവുകയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. താനൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മക്കളെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, നല്ല വാക്കുകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു മനുഷ്യൻ കൂടിയാണ് എന്ന് തെളിയിക്കുകയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. കഴിഞ്ഞ ദിവസം ചന്ദനത്തോപ്പ് ITIയിൽ തന്നെ തടഞ്ഞ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം കൊടുത്ത ഉപദേശം ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരനും ആരോടും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഷയല്ല, തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയുടെ ഒരു ഭാഷ. അതിലുപരി കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സ് അറിയുന്ന ഒരു മകൻ, ഒരു വിദ്യാർത്ഥി, ഇവരൊക്കെ എന്തായിരിക്കണം എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടിയാണ്. രാഷ്ട്രീയം ചോര ചീന്തി കളിക്കാനുള്ളതല്ല. ആർക്കൊക്കെ വേണ്ടി മുദ്രാവാക്യം വിളിച്ചാലും ഒടുവിൽ നീ ഒറ്റയ്ക്കാകുന്ന രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കരുത്. അവർ നിന്റെ നെഞ്ചിൽ വേരോടിക്കാൻ, നിന്നിലൂടെ നിന്റെ ഒപ്പം നിൽക്കുന്നവനെ തല്ലിച്ചതയ്ക്കാൻ നീ കൂട്ടുനിൽക്കുന്ന വിധമാകരുത്. ഇത്തരത്തിലായിരുന്നു അദ്ദേഹം പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ. കലാലയം പഠിക്കുന്ന സ്ഥലമാണ്, അവിടെ സംഘർഷം ഉണ്ടാക്കരുത് എന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. ഈ കോളേജിൽ മുകേഷ് 2 തവണ വന്നുപോയി. അപ്പോൾ ABVP-ക്കാർ തടഞ്ഞില്ലായിരുന്നു. ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന നിങ്ങളാണ് ഫാസിസം കാണിക്കുന്നതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. ചന്ദനത്തോപ്പ് ITIയിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ചന്ദനത്തോപ്പ് ITIയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ കൃഷ്ണകുമാറിനെ SFI പ്രവർത്തകർ തടഞ്ഞിരുന്നു. പ്രസംഗത്തിന് വേദിയിൽ കയറുന്നതിന് ഇടയായിരുന്നു അദ്ദേഹത്തെ തടഞ്ഞത്. എന്നാൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ അവഗണിച്ചായിരുന്നു നടനും NDA സ്ഥാനാർത്ഥിയുമായി കൃഷ്ണകുമാർ സംസാരിച്ചത്. സംഘർഷം ഒന്നിനും ഒരു പരിഹാരവുമല്ല മക്കളെ. ഇന്ന് രാവിലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളായ പ്രേമചന്ദ്രൻ, മുകേഷ്, ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് തമാശ പറഞ്ഞ് കെട്ടിപ്പിടിച്ചാണ് പിരിഞ്ഞത്. കലാലയ ജീവിതത്തിൽ അടിയേറ്റ് കണ്ണിന് വല്ല പരിക്കുമേറ്റാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളുമാണ് വിഷമിക്കുന്നത്. ഇത് പഠിക്കാനുള്ള സ്ഥലമാണ്, ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. SFI-ക്കാരോടോ KSU-ക്കാരോടോ എനിക്ക് സംഘർഷമില്ല. കാരണം എൻ്റെ മക്കൾ ഏത് പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. പഠിക്കുന്ന കാലത്ത് പഠിക്കണം. പിന്നെ ഈ കോളേജ് ഭാരതത്തിനകത്ത് കേരളത്തിനുള്ള കോളേജാണ്. ഇവിടെ വരാൻ പാടില്ലെന്നോ വോട്ട് ചോദിക്കാൻ പാടില്ലെന്നോ ഇല്ല. ഇവിടുത്തെ മറ്റു 2 സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ശ്രീ മുകേഷ് ഇവിടെ 2 തവണ വന്നു പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതെങ്കിലും ABVP-ക്കാർ മുകേഷിനെ എതിർത്തിട്ടുണ്ടോ? എൻ്റെ SFI മക്കളെ, ഇവിടെ എല്ലാവരും ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടാറുണ്ടെന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം. ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും. ഈ കോളേജിൽ കയറാൻ എന്നെ നിങ്ങൾ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെഗുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു. ഭാരതത്തിലെ പൗരനായ കൃഷ്ണകുമാറിനെ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ്? 4 ദശാബ്ദം ഇവിടെ അടഞ്ഞു കിടന്നിരുന്ന ബൈപ്പാസ് നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷമാണ് അതിന്റെ പണി ആരംഭിച്ചത്. ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പദ്ധതി നടക്കുന്നു. കൊല്ലം തീരത്ത് എണ്ണ ഖനനം ആരംഭിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ ഓരോരുത്തരും ചിലപ്പോൾ നാളെ അവിടേക്കായിരിക്കും ജോലിക്ക് പോകുന്നത്. കൃഷ്ണകുമാർ പറഞ്ഞു. എത്ര മനോഹരമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം ഈ കുട്ടികളോട് നടത്തിയത്. പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അഭിമുഖത്തിന് അദ്ദേഹത്തോടൊപ്പം പോരുന്ന അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് ആ സന്ദർഭത്തിനനുസരിച്ച് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ITIയിൽ, ചന്ദനത്തോപ്പ് ITIയിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളും ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരന്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന്, അവരുടെ നാവിൽ നിന്ന് വരാത്ത വാക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയക്കാരനെ, NDAയുടെ ഈ സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും കൊല്ലത്തുകാർക്ക് വിശ്വസിക്കാം. കൊല്ലത്തെ ഓരോ പൗരന്റെയും സുരക്ഷയിൽ അദ്ദേഹം ബോധവാനാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ഇത്തവണ ശരിയായ തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.